എറണാകുളം വൈറ്റിലയിലെ ഒരു യുവതിയുടെ ശരീരം, അജ്ഞാത ശരീരം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് അത് ഈ ആരോ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം കൊണ്ടുവന്ന് ഇട്ടതാകാം, റെയിൽവേ ട്രാക്കിൽ ഇട്ടതാകാം എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ വന്ന സമയമായിരുന്നു. ദുരൂഹതകൾ നിലനിന്നിരുന്ന ഒരു സമയമായിരുന്നു. പിന്നീട് ആ വാർത്ത നമ്മൾ സംസാരിച്ച് കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ, കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ അന്വേഷണ സംഘം ഒരു വ്യക്തത വരുത്തി. അവിടെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു ചിത്രം തെളിഞ്ഞു. ആരാണ് പ്രതി എന്ന കാര്യം അറിഞ്ഞു, പ്രതി എന്താണ് ചെയ്തതെന്നുള്ള കാര്യം അറിഞ്ഞു. ഒടുവിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റിൽ നിന്ന് നമുക്ക് ഈ മണിക്കൂർ തുടങ്ങാം. വൈറ്റിലയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്നാണ് തെളിവെടുപ്പ് നടക്കുന്നത്. പ്രതി ഷാജിയെ ഇന്ന് ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇതിനുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. മരട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ അറസ്റ്റ് ഇന്നലെ രാത്രിയാണ് രേഖപ്പെടുത്തിയത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അനിൽ ജോർജ് പറഞ്ഞുതരും. അനിൽ ജോർജ് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അനിൽ ജോർജ്, ഗുഡ് മോർണിംഗ്. വല്ലാത്തൊരു സംഭവമായിരുന്നു ഇന്നലെ ഉണ്ടായത്. നമ്മൾ ഈ ആദ്യം ഒരു അജ്ഞാത ശരീരം, ഒരു സ്ത്രീയുടെ അജ്ഞാത ശരീരം ട്രാക്കിൽ കിടക്കുന്നത് കണ്ടു. പക്ഷെ പിന്നീട് അല്പസമയത്തിനകം തന്നെ അത് എന്താണ് സംഭവിച്ചെന്നുള്ള ഒരു പിക്ചർ വന്നു, ആരാണ് പ്രതി എന്നുള്ള പിക്ചർ വന്നു. ഒടുവിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയുകയും ചെയ്തു. അപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ എങ്ങനെയാണ്, പോലീസിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ നടക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അനിൽ? സേതു, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി ഷാജിയെ സംഭവസ്ഥലത്തെത്തിക്കും. അതായത് പൊന്നുരുന്നി റെയിൽവേ ട്രാക്കിൽ എത്തിക്കും. അവിടെ തെളിവെടുപ്പ് നടത്തും. ഷാജിയും കൊല്ലപ്പെട്ട യുവതിയും തമ്മിൽ രാത്രിയിലുണ്ടായ തർക്കം, ഒരു ദിവസമായി അവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. രാത്രിയിൽ ആ തർക്കം മൂർച്ഛിക്കുകയും അതിനെ തുടർന്നാണ് കൊലപാതകം നടക്കുകയും ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. ഇത് സംബന്ധിച്ച് സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. എവിടെ വെച്ച് എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, അതിനുശേഷം മൃതദേഹം എങ്ങനെ ട്രാക്കിലെത്തിച്ചു, പിന്നീട് ഷാജി എങ്ങോട്ടേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഷാജിയിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യും. നിലവിൽ ഷാജി മരട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇന്നലെ രാത്രിയോടെയാണ് ഷാജിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തത്. തെളിവെടുപ്പിന് ശേഷം ഷാജിയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. തുടർന്ന് കസ്റ്റഡി ആവശ്യപ്പെടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. തെളിവെടുപ്പോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പൂർത്തിയാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും ഇതിൽ കാര്യമായ ദുരൂഹതകളൊന്നുമില്ലെന്നും ഇവർ തമ്മിലുള്ള തർക്കം ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ കുറേ നാളുകളായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ഇന്നലെയോടെ, കഴിഞ്ഞ ദിവസത്തോടെ വളരെ കൂടുതലാവുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി ആണ് വലിയ തോതിലുള്ള തർക്കമുണ്ടാകുകയും ആ തർക്കത്തിനൊടുവിൽ യുവതി കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. സേതു. ഓക്കെ അനിൽ, ശരി. അനിൽ ജോർജാണ് അപ്പോൾ വിവരങ്ങൾ നൽകിയത്.